ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. രോഗക്കിടക്കയിലോ അല്ലെങ്കിൽ എല്ല് പൊട്ടിക്കിടക്കുന്നതോ തേയ്മാനമോ തളർവാദമോ ക്യാൻസർ മൂലം 4th സ്റ്റേജോ ലാസ്റ്റ് സ്റ്റേജോ ശാരീരികമോ മാനസികമോ ആത്മീയമായി തളർന്നോ കിടക്കുന്ന അവസ്ഥ, ഇതാ പലർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോഴും വചന ശുശ്രൂഷകളിലും വ്യക്തിപരമായി ചെയ്യുന്ന ശുശ്രൂഷകളിലൊക്കെ പറഞ്ഞും പ്രാർത്ഥിച്ചും കൊടുത്ത് എനിക്ക് സ്വന്തമായിട്ട് അനുഭവമുള്ള, എന്നെ വണ്ടി ഇടിച്ച് എൻ്റെ കാലിൻ്റെ എല്ല് ഏതാനും വർഷം മുമ്പ് 20 ചെറിയ പീസും 8 വലിയ പീസും, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. കാൽവേനിയൻ കൂടെ മെയിൻ സ്ഥലമായിരുന്നു. അടുത്ത കാലത്തെങ്ങും കാല് കുത്തൂല, ശരിയാകൂലെന്ന് ഇതുപോലെ പറ്റിയവരും ചികിത്സിച്ച ഡോക്ടറും പറഞ്ഞ ഒത്തിരി ഫിസിയോതെറാപ്പി എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഒരു ഫിസിയോതെറാപ്പി പോലും ചെയ്യാതെ 3 മാസം തികയുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ കാർ ഓടിച്ച് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരുക്ക ശുശ്രൂഷ പിന്നെ ചങ്ങനാശ്ശേരിക്കപ്പുറം അവിടെ പോയൊന്ന് നടത്താമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ പോയി കാർ ഓടിച്ച് പോയി നടന്ന് 3 മണിക്കൂറുള്ള ആ ശുശ്രൂഷയും കഴിഞ്ഞ് തിരിച്ച് കാർ ഓടിച്ച് വന്ന് പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഈ കഥ കേട്ടപ്പോൾ പ്ലാസ്റ്റർ വെട്ടിയിട്ട് വിട്ടേക്ക്, ഇയാൾക്ക് ഒരു ഫിസിയോതെറാപ്പിയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മിനിമം 3 മാസമെങ്കിലും വേണം, അത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലേ കാലുകുത്താനും നടക്കാനും പറ്റുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥ. ഒടിഞ്ഞു നുറുങ്ങി ഇഞ്ച വഞ്ചിസായി പോയ ഇതുപോലെ പലർക്കും വചനം പറഞ്ഞു കൊടുത്ത് ഈ എല്ലൊടിഞ്ഞതോ തളർന്നു കിടക്കുന്ന രോഗിക്കോ അല്ലെങ്കിൽ മാനസികമായി തളർന്നതോ ഡിപ്രഷനോ ക്യാൻസറോ ഏതും ആകട്ടെ, പിന്നെ ചെന്ന് നോക്കുമ്പോൾ ഇത് കാണൂല, അല്ലെങ്കിൽ എങ്ങാട് പോയെന്നറിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കാനും നമുക്ക് രോഗിക്ക് ഏറ്റു പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവസമല്ല, അത് പ്രാർത്ഥിക്കണം. ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ വിടുതലും ഇതാ എഴുന്നേറ്റ് കഴിയുമ്പോൾ അതിനേക്കാൾ റോക്കറ്റ് പോലെ ദൈവം വെച്ച് അടിക്കുന്ന ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക്, ബഹിരാകാശ വാഹനങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ആ റോക്കറ്റുകൾ, ഉന്നതമായ ലക്ഷ്യങ്ങൾ, അതുപോലെ ദൈവം അത്രയും ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഡബിൾ പവറായിട്ടാണ് എടുത്തുപയോഗിച്ചത്. അപ്പോൾ എസെക്കിയേൽ 2:2 അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ച് നിർത്തി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഒരു വചനം അതാണ്, എസെക്കിയേൽ 2:2. അടുത്തൊരു വചനം പ്രാർത്ഥിക്കാൻ പറഞ്ഞു തരുന്നത് പ്രഭാഷകൻ 38:9. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. ഇതിൽ തടസ്സമുള്ള പ്രധാന കാര്യമാണ് ഉദാസീനത, മടി, വിശ്വാസക്കുറവ്, അലസത, അപകർഷതാബോധം, അതെല്ലാം കളയുക. വിശ്വാസത്തോടെ ഈ 2 വചനം എസെക്കിയേൽ 2:2 പ്രഭാഷകൻ 38:9 പ്രാർത്ഥിക്കുക. അത്ഭുതം